സാർ എവിടെ എത്തി? സാർ ഒരു 5 മിനിറ്റ് സാർ, ഇപ്പം എത്തും. എല്ലാം നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കമ്മീഷണറുണ്ട് ഇവിടെ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കമ്മീഷണറല്ല, സുപ്രീം കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ഒരുമിച്ച് നിന്ന് വാദിച്ചാൽ പോലെ ഒരു ഇഞ്ച് കുലുങ്ങാത്ത ആളെയല്ലേ നമ്മുടെ ചിത്രമാനം സാർ സാക്ഷിയാക്കി തന്നേക്കുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. വേഗം വാ. ആ ഓക്കെ സാർ. ഈ ഘട്ടത്തിൽ നമുക്ക് എക്സ്ക്ലൂസീവായി ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതായത് ഈ കേസിന് ഒരു ദൃക്സാക്ഷി, ഐ വിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വിവരം. തിരിച്ച് പ്രതി നീനുവിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഈ ദൃക്സാക്ഷി കാണുകയും ചെയ്തു. അതായത് നീനു വാതിൽ തുറന്നു കൊടുക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. ഐ വിറ്റ്നസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വിളിക്കേ സാർ. നമസ്കാരം. ഇരിക്കാം. തനിങ്ങി വന്നേ. എടോ, സ്മാർട്ടാണെന്നൊരു ധാരണ തനിക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. മനസ്സിലായില്ല സാർ? എനിക്ക് മനസ്സിലായി. ആയിരിക്കുന്ന ആളെ എടോ, പോലീസിന് വേണ്ടി പതിവായി കള്ളസാക്ഷി പറയുന്ന ഒരാളെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? സാർ, അതിന് സാറല്ലല്ലോ കൺവിൻസ് ആവേണ്ടത്, കോടതിയല്ലേ. അത് ഉറപ്പായും കൺവിൻസ് ആവുമെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല. പിന്നെ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി കള്ളസാക്ഷിയാന്ന് പറയുന്നത്? പുള്ളി ഏതെങ്കിലും കേസിൽ ഹോസ്റ്റൽ വിറ്റ്നസ് ആയിട്ടുണ്ടോ? പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ, എപ്പോഴും. പിന്നെ കേസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. സാറ് വേണ്ട അന്വേഷിച്ച കേസിൽ എസ്കത്തി പ്രധാന എമോ ആയതല്ലേ? അതൊക്കെ ശരിയാണ്. എടോ, ആ പയ്യൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമുക്കെതിരെ തിരിഞ്ഞാലോ? ഒരുത്തനും വരാൻ പോകുന്നില്ല. അവന് നാട്ടുകാരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പരിചയമില്ല. എന്നാലും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയ എവിഡൻസോട് കിട്ടിയിട്ട് പോരെ? സാർ, ഈ കേസിൽ എൻക്വയറി ഓഫീസർ സാറല്ല, ഞാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്ത. പ്ലീസ് ട്രസ്റ്റ് മീ. സാർ പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദിക്കാം. ഇവൻ തന്നെയാണോ? 100% ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. എന്നെ എവിടെ ഡ്രോപ്പ് ചെയ്തെന്നാ ഇയാൾ പറയണം? എനിക്ക് ഇയാളെ അറിയില്ല സാറേ, സത്യമായിട്ടും. ഇവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും ബെല്ലടിക്കുന്നതും ആ പാവം പെങ്കൊച്ചുവന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നതും ഞാനെൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സാർ. ഇവൻ സാമദ്രോഹിയാണ്, ഇവനെ ജയിലിലടക്കണം സാർ. ഞാൻ ഇവൻ തന്നെയാണ് സാർ. നീ തന്നെയാണ്.